ആഹാ, മക്കളെല്ലാം എത്തിയല്ലോ. എന്നാണോ മക്കൾ ഇത്രയും താമസിച്ചേ? കൊച്ചുവെളുപ്പാൻ കാലത്ത് എണീറ്റിങ്ങി പോന്നതാ. വണ്ടി ഓടി ഇവിടം വരെ എത്തണ്ടായോ പച്ചാ? 3 வழி தானே வந்தது. அந்த வழி வந்தா அப் அண்ட் டவுன் ஜாஸ்தியா இருக்கும். വളിയ ஆமா, എന്നാ വളി? തമിഴ് ചൊല്ല്. കോട്ടയം കൊച്ചാപ്പി ഒരുപാട് ഷൈൻ ചെയ്യല്ലേ. മലയാളം ഞങ്ങൾക്ക് പുരി. அப்படியா? என்னது இந்த தமிழ்நாட்டுல வந்து இங்கே உள்ள அயோக்கிய பசங்களுமாய் பேச்சு பேச்சு இப்ப மலையாளிகளை கண்டாலும் எனக்கு தமிழ் தான் வருவே. என்ன பண்றது? താ ഒന്നും പണ്ണ വേണ്ട. മലയാളത്തെ കൊന്നു കുടിച്ചും കൂടാതിരുന്ന മാത്രം മതി. നീയും പോന്നോ? എന്നാണ് പതിവില്ലാത്തൊരു വരവ്? ഹോൾസെയിലായിട്ട് ഇവിടുന്ന് പച്ചക്കറി വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി വിറ്റാലും നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ വിളിച്ചോണ്ട് പോകുന്നതാണ് അച്ചായ. അത്രേ ഉള്ളോ? അതൊക്കെ അച്ചായൻ ഏറ്റടാ. വാടാ കൊച്ചുങ്ങൾ വാടാ. வாங்க வாங்க. കൊച്ചാപ്പി അപ്പച്ചപ്പ നല്ല കീച്ച അല്ലയോ? ഓ ഇല്ലടാ, കീച്ചൊക്കെ നിർത്തി. എടാ കറിയായേ? ഓ എന്നാടാ മോളിക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞേ? സൗദിയിൽ നിന്ന് അവിടെ അമ്മാച്ചൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് അവള് വീട്ടിൽ പോയിരിക്കുക. പെട്ടി തുറക്കുമ്പോ അവൾ അടുത്തില്ലെങ്കിലേ ഉള്ളതും കൊണ്ട് നാട്ടുകാര് പോകുമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ അവൾ അങ്ങോട്ട് പോയിരിക്കുക. അമ്മാച്ചനാണെങ്കിൽ ആളൊരു പിശുക്കരാ. എന്തെങ്കിലും ഒരു സ്പ്രേയും കൊടുത്ത് അയാൾ അവളെ പറഞ്ഞു. ആടിനെ ഹൊത്തെ അങ്ങാടി വ്യാപാരം. ഇതെന്നാ പക്ഷേ? അതെ, കന്നഡം. ആടിനറിയാമോ അങ്ങാടി വ്യഭിചാരെന്ന്? വ്യാപാരം അതിന്റെ കന്നഡ ട്രാൻസിറ്റ് സ്റ്റേഷനാണ്. ട്രാൻസിറ്റ് സ്റ്റേഷൻ ഇവിടെ വന്നിട്ട് ഈ ഉപമ കൊച്ചാപ്പിട്ട് ഉപമ നിർത്താറായില്ലേ? എന്നാ വിശപ്പാ? കഴിക്കാൻ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നല്ല പോത്തിറച്ചി, നല്ല ടൊമാറ്റോ ജ്യൂസും ഉണ്ട്. എന്നാ എടുക്കടാ. അയ്യേ രണ്ടാണേ ആവണക്കണേ വയ്ക്കുന്നത്. ഇത് നല്ല കടലെണ്ണയാ, ആരോഗ്യത്തിന് ബെസ്റ്റാ. കൊളസ്ട്രോൾ സംഹാരി. താനാണോ ഇവിടുത്തെ കുക്ക്? ഞാനാണ് ഇവിടുത്തെ കുക്കെങ്കിൽ കൊക്കായിരിക്കുമല്ലോ ഡെയിലി ഫ്രൈ. അപ്പച്ചാ ഇയാളെ കൊണ്ട് ഒറ്റ സാധനം ഉണ്ടാക്കരുത്. ഒരു കറിയും വായി വെച്ച് കൂട്ടാൻ ഉള്ളതില്ല. ഏടാ കൊച്ചനെ ഇവനെ കൊണ്ട് വല്ല ചായയും കാപ്പിയും തിളപ്പിക്കാന്നല്ലാതെ ചോറൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്നാ. എന്നാ പിന്നെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ? അല്ല, ഒരു സഹായത്തിനാ. ഇവിടെയുള്ള ഒരെണ്ണത്തിന് നിർത്താൻ കൊള്ളത്തില്ല, കുളിക്കത്തില്ല, ഭയങ്കര നാറ്റവാ. നാട്ടിൽ നിന്നൊന്നും ഇറക്കിയാലോ? എന്തിനാടാ ഒന്നാക്കുന്നത്? ഒരു ഡെസറായിക്കോട്ടെ. അയ്യോ, അത് കുറച്ച് ഓവറല്ലേ? വേഞ്ചടാ വേഞ്ചടാ, അതൊന്നും ഇവിടെ വേഞ്ച. ഇത്തിരി ചോറിട്. അല്ല എന്നാ ഞാൻ ചേട്ട ചോറിനെ ഇങ്ങോട്ട് കൊണ്ടണം. ഞാൻ കല്യാണം കഴിച്ചത് നിനക്കൊക്കെ കഞ്ഞിയും കറിയും വെച്ച് വിളമ്പത്തിനാണോടാ? അല്ല, അടുക്കളയിൽ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാ കല്യാണം കഴിക്കുന്നതല്ലേ കറിയ ചായം പറഞ്ഞ ഇല്ലയോ? ശരിയാ, അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. കറിയാക്കുഞ്ഞ് കല്യാണം കഴിച്ച 1 മാസം തികയുന്നതിന് മുമ്പ് അമ്മച്ചിയെ മേലോട്ട് വിളിച്ചില്ലായിരുന്നു. தொம்மிச்சன் எப்ப பார்த்தாலும் பசங்க விஷயம் சொல்றதுதான் நேரம். ഇതാരാണെന്ന് പുരിയില്ലേ? അയ്യോ, ഇതെന്റെ അനിയനാ ബേവിച്ചൻ, ചിന്നത്തമ്പി. എടാ ബേവിച്ചു, ഞാൻ ഇവിടെ വന്ന കാലം മുതല് എന്നെ സഹായിച്ചത് ഈ നാരായണ അയ്യരും ഈ സുബ്രഹ്മണ്യ അയ്യരുമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളൊരു ധാരണയിലെ കച്ചവടമൊക്കെ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബം പോലെ എന്ന് ചൊല്ലേ. அந்த காலம் எல்லாம் போயாச்சு. இப்ப முருகராஜ கவுண்டரும் பசங்களும் தான் இந்த கம்போளத்துக்கு அதிபர். പണ്ട് இந்த സ്ട്രീറ്റിലെ തിരുട്ടിച്ചാരായം വിത്ത് കിട്ടുന്നവന്നാ അവൻ. കേട്ടോടാ ചോദിച്ചാ. ഇപ്പൊ ഞങ്ങൾ 2 കൂട്ടരെ ഒതുക്കാൻ നടക്കാ കൗണ്ടർ. പോരാത്തനവൻ നാട്ടുകൂട്ടത്തിന് തലവനായ സ്ഥിതിക്ക് മിണ്ടിത്തീർന്നാണോ വെട്ടും. ഇപ്പൊ കമ്പോളത്തിലെ അവൻ എന്നെ ചൊന്നാലും എതിർവായില്ലേ. വെട്ടും കുത്തും വടിവാളും പട്ടച്ചാരയൊക്കെ കുറെ കണ്ടതല്ലേ നമ്മളും, അല്ലടാ? അങ്ങനെയാണെങ്കിൽ വീരപാണ്ഡ്യ മുരുകരാജ കൗണ്ടർ ഒന്ന് ഗവനിക്കണമല്ലോ അച്ഛാ. അത് ന്യായം. பெரியவர் என்ன காணுமே? இப்ப வருவாருங்க. நீதான் கற்பழிக்கிற வீரனாடா? இவதான் அந்த பொண்ணா? வயசுக்கு வராது இந்த சின்ன பொண்ணையா அந்த அயோக்கிய ராஸ்கல் கெடுத்திருக்கான்? டேய், உனக்கு என்ன தண்டனை கிடைக்க போகுதுன்னு தெரியல. பெரிய புறப்பட்டாச்சுங்களா? புறப்பட்டார்.
எல்லாரும் அமைதியா உட்காருங்க. எல்லாரும் நல்லா இருக்கிறீங்கல்ல? நம்ம ஊர் ஜனங்க எல்லாருக்கும் என் ஆசீர்வாதங்கள். இங்க வந்திருக்கிற இந்த மாணிக்கத்தையும் இந்த செண்பகத்தையும் இந்த பஞ்சாயத்துக்கு வந்திருக்கிறவங்க எல்லாருக்கும் தெரியும் இல்லையா? நீ செஞ்ச குற்றம் மன்னிக்க முடியாத குற்றம். என்ன காரியண்டா செஞ்ச? அறிவு கட்ட முண்டம். உன் கூட பிறந்த அக்கா தங்கச்சி இல்ல? புதுசா பூத்த ரோசா மாதிரி இருக்கிற இந்த குழந்தைய கசக்கி புழிஞ்சிட்டானே இந்த பாவி. இவனுக்கு என்ன தண்டனை கொடுக்கணும்னு எனக்கு நல்லா தெரியும். டேய், பஞ்சாயத்துல உன்னை அடிச்சேன்னு நினைச்சியா? இல்லடா, நடிச்சேன். ஆமா, அந்த பொண்ணு செண்பகத்தோட வீடு எங்க இருக்கு? கம்மாங்கிற மாரியம்மங்களுக்கு பக்கத்துலங்க. பஞ்சாயத்துல உனக்கு எவ்வளவு அபராதம் போட்டேன்? 5000 ரூபாங்க. அந்த 5000 ரூபாய உன்னால கட்ட முடியுமா? முடியாதுங்கய்யா. அந்த செண்பகத்தை கூட்டு வந்து என்கிட்ட விடு. 5000 என்ன 10,000 கொடுக்கறேன். சாமி. என்னடா சாமி? போடா. செண்பகம், வணக்கம் ஐயா. என்னடா ஐயா, நாளைக்கு நடக்க வேண்டிய திருவிழா நடக்காதுங்க ஐயா. என்னது? திருவிழா நடக்காதா? எவன்டா சொன்னது? அந்த நாராயண ஐயர், அந்த ஆளு கோர்ட்ல இருந்து நோட்டீஸ் வாங்கியிருக்காருங்க. கோர்ட் நோட்டீஸ் கொண்டாடட்டும். இந்த கவுண்ட உடம்புல உயிர் இருக்கிற வரைக்கும் என் தலைமையில தான் திருவிழா நடக்கும். எவனாவது குறுக்க வந்தா குத்தி கிழிச்சு. நிறுத்து. ஆமாச்சு. திருவிழாவை நிறுத்துறதுக்கு கோர்ட் ஆர்டர் வாங்கி வந்திருக்கிறியா? நான் உயிரோடு இருக்கிற வரைக்கும் இந்த திருவிழாவை என் தலைமையில தான் நடத்தணும். வழக்கப்படி இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க தான். ஓ, நியாயம் கேட்க வந்திருக்கிறியா? இந்த முருகராஜன் கவுண்டர் கிட்ட மோதிரத்துக்கு உனக்கு எப்படா தைரியம் வந்தது? மரியாதை இப்படியே திரும்பி போயிரு. கோர்ட்டு மண்ணாங்கட்டி. மிரட்டாரு. நாங்க போக மாட்டோம். இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க தான். மரியாதையா போயிரு. போக மாட்டேன். போங்கடா, போக்கத்த பசங்களா. ஒப்பாரா, 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 ஒப்பாரா. என்ன അവിടെ ഉത്സവം നടക്കുന്നിടത്ത് അടി നടക്കുന്നത്. അടിയോ? അതെ.
ആ ഗവർണറും കൂട്ടരും കൂടി സുബ്രഹ്മണ്യരെ ആൾക്കാരും തല്ലി കൊല്ലാറാക്കി. വേഗം ചെന്നില്ലെങ്കിൽ ആ പാവങ്ങൾ അവർ തല്ലി കൊല്ലും. എന്നാ വണ്ടി അങ്ങോട്ട് വിട്. അച്ഛാ വണ്ടി വണ്ടിയിലെ അവനെ നിരത്തു വെക്കണേ. போதும். இன்னைக்கு இது போதும். அத்துக்கு போங்க. காலம் வரை இருந்ததானே நீ நேரத்துக்கு சாப்பிடலன்னா உடம்பு என்னத்துக்கு ஆகும்? என்னாச்சு? அந்த கணபதியர் வரலையோ? இல்ல, ചൊവ്വാദോഷമുള്ള ജാതകമല്ലോ ഗൗരിയുടേത്. அந்த ஜாதகத்துக்கு பொருத்த ஒத்து வர வேண்டாமா? எப்படியாவது இந்த கல்யாணம் சீக்கிரம் முடிக்கலன்னா? எனக்கு தெரியாதா? அந்த கணபதி ஐயரை நம்பி பிரயோஜனம் இல்லை. வேற ஏதாவது ஒரு புரோக்கரை கூட பார்ப்போம். அவளுக்கு பையன் இருப்பான். சனியே
അച്ചായന് ചേട്ടത്തി വന്നടാ. ആ എത്തിയോ? ഇതെന്നാ ഇറക്കമായത്? ഇങ്ങനെ ചാടിയും തുള്ളിയൊക്കെ ഇറങ്ങിയ സംഗതി കുഴപ്പമാവും. ആ എന്തോന്ന് കുഴപ്പം? അല്ല പിന്നെ ചേട്ടത്തിയാർക്ക് എന്തോ വിശേഷം ഉണ്ടെന്നോ ഞങ്ങളൊക്കെ ഉപ്പാപ്പന്മാരാകാൻ പോകുന്നു പറയുന്നത് കേട്ടു. എന്നാര് പറഞ്ഞു കേട്ടു? അയ്യോ അപ്പൊ ഒന്നും ഇല്ലയോ? ആ ഉണ്ട്, 2 ആനമുട്ട. ഛെ, പോയി മുണ്ടെടുത്തുള്ള. ഒത്തിരിയോ? ബോറായിപ്പോയി, അല്ലേ? അല്ല അച്ചായോ അതെ. അല്ല ഞങ്ങള് പറയായിരുന്നേ, ആ, ആനമുട്ട ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ആ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാൻ പോകുന്നേ. എന്ന് വെച്ച് ഒന്നും വെച്ചോണ്ടല്ല, ഈ വീട്ടിലേക്ക് പോകുമ്പോ 1 കിലോ പുളി വാങ്ങിച്ചോണ്ട് പോണോന്ന് ആ, അത് പറയുന്നത്. മീൻകറി വെക്കാനാടാ. അപ്പൊ ചേട്ടത്തിനെങ്കിൽ പുളിയനാറായില്ലയോ? ആ മതി മതി, അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒന്നും നടത്തണ്ട. അച്ചായോ പറഞ്ഞോട്. അച്ചായ അത് പിന്നെ എടാ, പോയി മുണ്ടെടുത്ത് കൊടുക്കടാ. പോയി കൊടുക്കടാ. പോടാ. ഇത് എന്നെ ഏർപ്പാടാ. എടാ, പോടാ. ഇത് എവിടുത്തെ ഏർപ്പാടാ ഇത്? നിങ്ങൾ പോയി ആ പുളിയും ആ കുടയും ബാഗ് കൊടുത്തോണ്ട് വാ. അപ്പഴാ പുളി അത് ഉമ്മച്ചൻ തീർത്തോളൂ. തീർക്കൂ. ആ എപ്പടി നമ്മ കിടപ്പ് മുറി? കൊള്ളാം. ഈ മുറിക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ടല്ലോ. ചുമ്മാതല്ല അവന്മാര് ഈ തണുപ്പുള്ള മുറി നമുക്ക് തന്നത്. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് കരുതിയ. ആ പിന്നെ നേർച്ച നേരാൻ ഉരുളി കമത്താനും ഇനി എനിക്ക് സമയമില്ല. നീ വന്നേ. അപ്പുറത്ത് അനിയന്മാരുണ്ട്. അവന്മാര് പോവാൻ പറ. ഞങ്ങൾ പോയേ. മനുഷ്യനെ മെനക്കെടുത്താൻ. ആ അവന്മാര് പോയി. ശ്ശോ. നീ വാ.